നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. ഭാഷാ നൈപുണ്യം വളർത്തുന്നതിനും ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെയും മലയാള സർവകലാശാലയുടെയും നേതൃത്വത്തിൽ പൊന്നാനി ICSR ക്യാമ്പിൽ ആരംഭിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ വർഷം ആരംഭിക്കുന്ന 8 മികവ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് കേന്ദ്രം. ഇതിൻ്റെ മുഖ്യ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിച്ചിരുന്നു. പൊന്നാനിയിലെ ഉപകേന്ദ്രത്തിലൂടെ കുറഞ്ഞ ചെലവിൽ വിദേശ ഭാഷാ പരിശീലനം സാധ്യമാക്കുകയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ജർമ്മൻ ഭാഷയിൽ A1 കോഴ്സും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഉടൻ ആരംഭിക്കുന്നത്. കൂടാതെ സ്പാനിഷ്, ഫ്രഞ്ച്, ചൈനീസ് ഭാഷകളും പരിശീലിപ്പിക്കും. പൊന്നാനി ഷെയ്ഖ് മഖ്ദൂം സൈനുദ്ദീൻ ഉപകേന്ദ്രത്തിലെ ഓഫ്ലൈൻ ക്ലാസുകൾ പൊന്നാനി ICSR തുടർ പഠന കേന്ദ്രത്തിലാണ് നടത്തുന്നത്. ഇതുകൂടാതെ +2, പോളിടെക്നിക്, ITI എന്നീ കോഴ്സുകൾ കഴിഞ്ഞവർക്കും നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയുടെ പഠനത്തിനായും തൊഴിൽ ആവശ്യങ്ങൾക്കായും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൺലൈനായും ഓഫ്ലൈനായും പ്രത്യേകം ബാച്ചുകൾ ആരംഭിക്കും. അറബിക് കോഴ്സുകൾ 120 മണിക്കൂറും ജർമ്മൻ കോഴ്സ് 90 മണിക്കൂറുമാണ്. ഓരോ പഠന തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ പ്രത്യേക പദങ്ങൾ, ശൈലികൾ ഇവയുടെ പരിശീലനവും വളരെ കുറഞ്ഞ ഫീസിൽ ലഭ്യമാക്കും. അറബിക് കോഴ്സിന് 5000 രൂപയും ജർമ്മൻ കോഴ്സിന് 10000 രൂപയുമാണ് ഫീസ്. ആദ്യത്തെ ബാച്ചിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൽ ഇളവുണ്ടാകും. മാത്രമല്ല, ഭാഷാ പഠനത്തിനായി പ്രത്യേക കെട്ടിടം നിർമ്മിക്കും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അറിവുൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ വിശാലമായ കടൽ തീര ഭൂമിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സാന്നിധ്യമായി വളരാനിടയുള്ള ഒരു സ്ഥാപനത്തിനാണ് നാം എല്ലാവരും ചേർന്ന് ലളിതമായ തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി വൻകരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അറേബ്യയിലും ഈജിപ്തിലുമെല്ലാം പോയി വിശ്വ സർവകലാശാലകളിൽ നിന്ന് വിജ്ഞാനം ആർജിച്ച് ആ വെളിച്ചവുമായി കേരളത്തിൽ വന്ന് നിരക്ഷരരും അറിവിൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരുമായവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹത് വ്യക്തിയുടെ പേരിലാണ് ഇന്ന് മികവ് കേന്ദ്രമായ ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി നാം ഒരു വിദേശ ഭാഷാ പഠന വിവർത്തന കേന്ദ്രം ആരംഭിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന കേന്ദ്രം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അറബി ഭാഷയുടെയും ജർമ്മൻ ഭാഷയുടെയും കമ്മ്യൂണിക്കേറ്റീവ് തലത്തിൽ നിന്നുകൊണ്ടുള്ള പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത് എങ്കിൽ പി നന്ദകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L സുഷമ ആമുഖ പ്രഭാഷണം നടത്തി. മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KM ഭരതൻ, പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം, ICSR കോർഡിനേറ്റർ പ്രൊഫസർ K ഇമ്പിച്ചിക്കോയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, പൊന്നാനി മഖ്ദൂം മുത്തുക്കോയത്തങ്ങൾ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജിത് കോളാടി, V സെയ്ദ് മുഹമ്മദ് തങ്ങൾ, ഹാജി കാസിം കോയ, CV മുഹമ്മദ് സ്വാലിഹ, അഡ്വക്കേറ്റ് ജിസൺ P ജോസ്, ഡോക്ടർ G സജിന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് പൊന്നാനി.